നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിർമ്മാണം പൂർത്തീകരിച്ച കുറ്റിച്ചിറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ 25 തിങ്കളാഴ്ച നടക്കും. വനപാലകരുടെ ജീപ്പിന് നേരെ കാട്ടാന ആക്രമണം, 2 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 4 കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. നെല്ലായിയിൽ വീട്ടുമുറ്റത്ത് കാട്ടുപന്നിയെത്തി പരിഭ്രാന്തി പരത്തി. പോട്ട സുന്ദരി കവലയിൽ സർവീസ് റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി ഡ്രെയിനേജിന്റെ കോൺക്രീറ്റ് പണികൾ ആരംഭിച്ചു. ചെങ്ങാലൂർ സൂര്യഗ്രാമത്തെ മണ്ണെടുപ്പ് ശാസ്ത്രീയമായ പഠനം നടത്താതെയാണെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. പത്തുകുളങ്ങരയിൽ വീട്ടുമുറ്റത്തെത്തി ഒറ്റയാൻ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 പഞ്ചായത്ത് തല ഉദ്ഘാടനം കോടാലി ഗ്രൗണ്ടിൽ നടത്തി. KSTA ചാലക്കുടി ഉപജില്ലാ 34ാം വാർഷിക സമ്മേളനം GLPS കൊടകരയിൽ വെച്ച് നടന്നു. വിശദമായ വാർത്തയിലേക്ക്. നിർമ്മാണം പൂർത്തീകരിച്ച കുറ്റിച്ചിറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ 25 തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 3:30 റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. വില്ലേജ് ഓഫീസിന് സമീപമുള്ള വ്യാപാര ഭവൻ ഹാളിലാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുക. 44 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഈ പ്രവൃത്തിയുടെ നിർവഹണ ചുമതല സംസ്ഥാന നിർമ്മിതി കേന്ദ്രയ്ക്കായിരുന്നു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വനപാലകരുടെ ജീപ്പിന് നേരെ കാട്ടാന ആക്രമണം, 2 പേർക്ക് പരിക്കേറ്റു. കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർക്ക് നേരെയാണ് അതിരപ്പള്ളി ബടാപ്പാറ ഭാഗത്ത് വെച്ച് കാട്ടാന ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K റിയാസ്, ഫോറസ്റ്റ് വാച്ചർ ഷാജു എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പതിവ് പരിശോധനയുടെ ഭാഗമായി വനപാലകരടങ്ങുന്ന 6 അംഗ സംഘം വനത്തിനകത്തെ കുണ്ടൂർമേട് ക്യാമ്പ് ഷെഡിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ജീപ്പിന് നേരെ കാട്ടാന ആക്രമണമുണ്ടായത്. വളവിൽ നിന്നിരുന്ന ഇവർക്ക് നേരെ ആന പാഞ്ഞടുക്കുകയും ജീപ്പിന് മുൻപിൽ കുത്തുകയുമായിരുന്നു. ഒച്ചുവെച്ച് ആനയെ ഇവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആന ഇവരുടെ ജീപ്പ് കുത്തിമറിച്ചിടുകയായിരുന്നു. മറിഞ്ഞുകിടന്നിരുന്ന ജീപ്പിനുള്ളിലെ ഉദ്യോഗസ്ഥരെ ആന ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ ഓടി രക്ഷപ്പെട്ടു. ആക്രമണശേഷം സമീപത്തുനിന്ന് മാറാതെ നിന്നിരുന്ന ആനയെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കണ്ണങ്കുഴിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് ഓടിച്ചതിനു ശേഷം പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകി. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 4 കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശനിയാഴ്ച രാവിലെ 8-നായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. തുടർന്ന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതുമൂലം വാഹനങ്ങൾ വേഗത കുറച്ചാണ് പോകുന്നത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ 2 വരിയായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നെല്ലായിയിൽ വീട്ടുമുറ്റത്ത് കാട്ടുപന്നിയെത്തി പരിഭ്രാന്തി പരത്തി. നെല്ലായി പള്ളിക്ക് സമീപം താമസിക്കുന്ന തെക്കേത്തല ടോണിയുടെ മുറ്റത്താണ് കാട്ടുപന്നി എത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 11:30യോടെയാണ് സംഭവം. മുറ്റത്ത് പരാക്രമം കാണിച്ച് പാഞ്ഞ പന്നി ബൈക്ക് മറിച്ചിടാൻ ശ്രമിച്ചു. ചെടിച്ചട്ടികളും ജലവിതരണ പൈപ്പുകളും നശിപ്പിച്ച കാട്ടുപന്നി അരമണിക്കൂറോളം പരിഭ്രാന്തി പരത്തി.
വീട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചെങ്കിലും അവർ എത്തും മുൻപേ മതിൽ ചാടി പന്നി പോയതായി വീട്ടുകാർ പറഞ്ഞു. നിരവധി വീട്ടുകാർ താമസിക്കുന്ന പ്രദേശത്ത് ആദ്യമായാണ് കാട്ടുപന്നി എത്തുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. കോട്ട സുന്ദരി കവലയിൽ സർവീസ് റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി ഡ്രെയിനേജിന്റെ കോൺക്രീറ്റ് പണികൾ ആരംഭിച്ചു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മരങ്ങളും KCB വൈദ്യുതി പോസ്റ്റുകളും വാട്ടർ അതോറിറ്റി പൈപ്പുകളും നേരത്തെ മാറ്റിയിരുന്നു. ഡ്രെയിനേജിന്റെ കോൺക്രീറ്റ് പണികൾ അതിവേഗം പുരോഗമിക്കുന്ന രീതിയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഡ്രെയിനേജിന്റെ പണികൾക്ക് ശേഷം റോഡ് ടാറിംഗ് പ്രവർത്തികൾ വേഗം ആരംഭിക്കും. റോഡിന്റെ വീതി കൂട്ടിയതിന്റെ പ്രയോജനം പൂർണ്ണമായും ലഭിക്കുന്നതിന് 7 മീറ്റർ വീതിയിലാണ് ടാറിംഗ് നടത്തുന്നതെന്ന് നഗരസഭാ കൌൺസിലർ വത്സൻ ചെമ്പക്കര പറഞ്ഞു. സർവീസ് റോഡിന്റെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതോടെ സുന്ദരി കവല അപകടക്കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതുവഴി ഇരുവരി ഗതാഗതം സുഗമമായി സാധ്യമാകും. കോട്ട സുന്ദരി കവല സർവീസ് റോഡിന്റെ വൈഡനിങ് പ്രവർത്തികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സുന്ദരി കവല അപകട കവലയായിട്ട് കുറേ നാളുകളായി തുടരുകയായിരുന്നു. അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഈ റോഡ് വീതി കൂട്ടി ഇരുവരി ഗതാഗതം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ടാവുമെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ചെങ്ങാലൂർ സൂര്യഗ്രാമത്തെ മണ്ണെടുപ്പ് ശാസ്ത്രീയമായ പഠനം നടത്താതെയെന്ന ആക്ഷേപം. പ്രതിഷേധവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. തീരദേശപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കാൻ അനുമതി നൽകിയത് ശാസ്ത്രീയമായ പഠനം നടത്താതെയെന്ന് ആക്ഷേപം. ജിയോളജി വകുപ്പ് ചെങ്ങാലൂർ സൂര്യഗ്രാമം പ്രദേശത്ത് മണ്ണെടുക്കാൻ നൽകിയ അനുമതിയാണ് ആരോപണത്തിന് ഇടയാക്കുന്നത്. ദിവസങ്ങളായി രാത്രിയിൽ നടക്കുന്ന മണ്ണെടുപ്പിന് പാരിസ്ഥിതിക പഠനമൊന്നും നടത്താതെയാണ് അനുമതി നൽകിയിരിക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂർ മുതൽ തളിക്കുളം വരെയുള്ള ഭാഗത്തിന്റെ പണിക്ക് മാത്രമേ ഇവിടെ നിന്നുള്ള മണ്ണ് ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ. രാത്രിയിൽ മണ്ണെടുക്കുന്നതിന് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയുണ്ട്. 153 സെന്റ് സ്ഥലത്ത് 34,000 മെട്രിക് ടൺ സാധാരണ മണ്ണ് എടുക്കാനുള്ള അനുമതിയാണ് വകുപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ 3 മീറ്റർ മാത്രം സാധാരണ മണ്ണുള്ള പ്രദേശത്ത് 43 മീറ്ററോളം കുഴിച്ചാൽ മാത്രമേ ഇത്രയും മണ്ണ് ലഭിക്കൂ. സ്ഥലത്തിന്റെ അതിരുകളിൽ നിന്ന് 25 മീറ്റർ ഉള്ളിലേക്ക് വിട്ട ശേഷമേ മണ്ണെടുക്കാനാകൂ. 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സൂര്യഗ്രാമം നഗറിന് സമീപം 43 മീറ്റർ താഴ്ചയിൽ മണ്ണെടുക്കുന്നത് ഈ പ്രദേശത്തിന്റെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാക്കുന്നുണ്ട്. പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശത്ത് നടക്കുന്ന മണ്ണെടുപ്പ് പഞ്ചായത്തിന്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അറിഞ്ഞിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പ്രകാരം 5 കോടി രൂപയിലധികം മുടക്കി പണിത സൂര്യഗ്രാമം റോഡിൽ 8 ടണ്ണിലധികം ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് നിരോധനമുണ്ട്. എന്നാൽ 40 ടൺ വരുന്ന ഭാരവാഹനങ്ങളാണ് ഇവിടെ രാത്രി മുഴുവൻ മണ്ണുമായി പായുന്നത്. ഇതുമൂലം പ്രദേശത്തെ റോഡും പാലങ്ങളും അപകടത്തിലാവുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. രാത്രിയിലുടനീളം നടക്കുന്ന മണ്ണെടുപ്പും വൻ ടോറസുകളുടെ മരണപ്പാച്ചിലും ഇവിടെ ജനജീവിതം ദുരിതമാക്കുകയാണ്. പത്തുകുളങ്ങരയിൽ വീട്ടുമുറ്റത്തെത്തി ഒറ്റയാൻ. കളത്തിങ്ങത്തൊടി സെയ്തലവി, ചെവിടിക്കുന്നൻ കുഞ്ഞു മുഹമ്മദ് എന്നിവരുടെ വീട്ടുപറമ്പിലാണ് ആന എത്തിയത്. വനാതിർത്തിയിലെ ഫെൻസിംഗ് തകർത്താണ് ആന വീട്ടുപറമ്പിൽ എത്തിയത്. വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ, ഫോറസ്റ്റ് സ്റ്റാഫുകളും വാച്ചർമാരും സ്ഥലത്ത് എത്തി തകർത്ത ഫെൻസിംഗ് വീണ്ടും ശരിയാക്കി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 പഞ്ചായത്ത് തല ഉദ്ഘാടനം കോടാലി ഗ്രൗണ്ടിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, വാർഡ് അംഗങ്ങളായ സൂരജ് KS, KV ഉണ്ണികൃഷ്ണൻ, ലിൻഡോ പള്ളിപ്പറമ്പിൽ, ജിഷ ഹരിദാസ്, പഞ്ചായത്ത് കോർഡിനേറ്റർ ബിനോജ് N എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നവംബർ 23 മുതൽ ഡിസംബർ 1 വരെയുള്ള കലാകായിക പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആവേശത്തോടു കൂടിയിട്ട് എല്ലാവരും പങ്കെടുക്കുക, എല്ലാ മത്സരങ്ങളിലും തന്നെ പങ്കെടുക്കുക.
നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ക്ലബ്ബ് ഭാരവാഹികൾ, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള മെമ്പർമാർ, ഉദ്യോഗസ്ഥർ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ 2024 കേരളോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. KSTA ചാലക്കുടി ഉപജില്ല 34ാം വാർഷിക സമ്മേളനം GLPS കൊടകരയിൽ വെച്ച് നടന്നു. രാവിലെ വമ്പിച്ച പ്രകടനത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ സബ് ജില്ലാ പ്രസിഡന്റ് സഖാവ് സിന്ധു VB പതാക ഉയർത്തി. അതിനുശേഷം രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന ചെയ്തു. കാലത്ത് 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു. കൊടകര ബ്രാഞ്ച് സെക്രട്ടറി ഷീല കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സബ് ജില്ലാ പ്രസിഡന്റ് സിന്ധു VB അധ്യക്ഷയായ സമ്മേളനം KSTA സംസ്ഥാന സെക്രട്ടറി L മാഗി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ കൃത്യമായി സഖാവ് അവതരിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. രക്തസാക്ഷി പ്രമേയം ഡിനീതും അനുശോചന പ്രമേയം ലിജിയും അവതരിപ്പിച്ചു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സജൻ KC സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർവദേശീയ, ദേശീയ, പ്രാദേശിക രാഷ്ട്രീയ സാംസ്കാരിക രംഗവും KSTA-യുടെ ചരിത്ര പശ്ചാത്തലവും സമര പോരാട്ടങ്ങളും ഇനിയും ഏറ്റെടുക്കേണ്ട വെല്ലുവിളികളെക്കുറിച്ചും സഖാവ് സദസ്സുമായി സംവദിച്ചു. സബ് ജില്ലാ സെക്രട്ടറി വിവേക് KN പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സബ് ജില്ലാ ട്രഷറർ സംഗീത MG വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ചർച്ചയ്ക്കായി ഗ്രൂപ്പുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് സമ്മേളനം ഭക്ഷണത്തിനായി 1 മണിക്ക് പിരിഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 75 രൂപ കൂടി. ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണം പൂർത്തീകരിച്ച കുറ്റിച്ചിറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ 25 തിങ്കളാഴ്ച നടക്കും. വനപാലകരുടെ ജീപ്പിന് നേരെ കാട്ടാന ആക്രമണം, 2 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 4 കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. നെല്ലായിയിൽ വീട്ടുമുറ്റത്ത് കാട്ടുപന്നിയെത്തി പരിഭ്രാന്തി പരത്തി. പോട്ട സുന്ദരി കവലയിൽ സർവീസ് റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി ഡ്രെയിനേജിന്റെ കോൺക്രീറ്റ് പണികൾ ആരംഭിച്ചു. ചെങ്ങാലൂർ സൂര്യഗ്രാമത്തെ മണ്ണെടുപ്പ്, ശാസ്ത്രീയമായ പഠനം നടത്താതെയാണെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. പത്തുകുളങ്ങരയിൽ വീട്ടുമുറ്റത്തെത്തി ഒറ്റയാൻ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 പഞ്ചായത്ത് തല ഉദ്ഘാടനം കോടാലി ഗ്രൗണ്ടിൽ നടത്തി. KSTA ചാലക്കുടി ഉപജില്ല 34ാം വാർഷിക സമ്മേളനം GLPS കൊടകരയിൽ വെച്ച് നടന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.